ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമർ മാസ്റ്റർ ടി. അപ്പോൾ ഇന്ന് ഒരു സബ്സ്ക്രൈബറിൻ്റെ കമൻറ്റാണ്, ഇത് കളിക്കുമോയെന്ന്. എന്തായിരുന്നു, RDR2 കളിക്കുമായിരുന്നു. ഞാൻ ആ കമൻറ്റ് അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇത് നോക്കിയേ ബ്രോ. RDR2 നല്ല ഗെയിമാണ്, എനിക്കറിയാം. ഞാൻ വായിച്ചറിയാം. ഏതായാലും ബ്രോ, RDR2 2018 കളിക്കുമ്പോൾ ഞാൻ മുമ്പ് PUBG കളിക്കാൻ പറഞ്ഞിരുന്നു. പ്ലീസ് ബൈ സോനു. ലൈക്കൊക്കെ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇത് സ്ക്രീൻഷോട്ടാണ്, ലൈക്ക് ഇടാൻ പറ്റത്തില്ല. എടാ മോനെ, ഞാൻ കാണാത്തതുകൊണ്ടാടാ. ഓക്കെ, കണ്ടിരുന്നെങ്കിൽ എന്തായാലും ഞാൻ നിനക്ക് റിപ്ലൈ തന്നേനെ. ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് RDR2 കളിക്കാം കേട്ടോ. PUBG എന്തായാലും അടുത്ത വീഡിയോയിൽ കളിക്കും, ഷുവറാണ്. ഷുവറാണെന്നൊന്നും പറയില്ല, എനിക്ക് കൈ കിട്ടുകയാണെങ്കിൽ കളിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ RDR2 പോകാം. RDR2 ഞാൻ ഈ ഫയലിനകത്താണെന്ന് വെച്ചിരുന്നത്. ഓക്കെ, ഞാൻ മുമ്പ് ഇവിടെ കളിച്ച് നിർത്തിയ അതേ സ്ഥലത്തു നിന്നാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. വാടാ മോനെ കുതിരേ, അവിടെ വേറൊരു കുതിരക്കാരൻ പോകുന്നുണ്ട്, അവനിട്ടൊരു പണി കൊടുക്കാം. വാ പോവാം. അവനെ ഞാൻ കൊള്ളയടിക്കും, കാണിച്ചു തരാം. ഇവിടെ ഷെരീഫിനോട് അവൻ പറഞ്ഞു കൊടുക്കും അല്ലേ. നിൽക്കടാ. വെട്ടിച്ചു പോകുന്നു. ഇന്ന് ഇവനുള്ള പണി ഞാൻ കൊടുക്കും. എന്നാ പിടിച്ചോ, മാറി പോ. ആദ്യം ഒരൊറ്റ വെടി. അവൻ എണീച്ച് വന്നിട്ട് എന്നെ തള്ളിയിടും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് സഹിക്കി. എന്നാ ഭണ്ഡാരം. നീ ഒന്ന് ഇവിടെ നിന്നേ, ഞാൻ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നോക്കട്ടെ. കൊള്ളയടിക്കലാണല്ലോ നമ്മളെ മെയിൻ പരിപാടി. കൊള്ളയടി. ഇങ്ങോട്ട് വേടാ. ഓക്കെ, കുറച്ച് പൈസ കിട്ടി. ഓക്കെ, ഒരു കുതിരക്കാരൻ വരുന്നുണ്ട്. ഗണ്ണെടുക്ക്. ഇപ്പം ശരിയാക്കി തരാം കേട്ടാ. ഉന്നം പിടിക്കുക. ഒറ്റ റെഡി. അവൻ്റെ ഹെഡിനിട്ട് കൊടുക്കും. ടാ. ആ ഒരു എഫക്റ്റ് കണ്ടോ? ഹെഡിന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കാപ്പി കളറായില്ലേ സ്ക്രീന്. ആ എഫക്റ്റ് RDR2 ഹെഡിന് വെക്കുമ്പോൾ ഓൾറെഡി ഉള്ളതാണ്. ഞാൻ കയറ്റിയതല്ല കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്തതല്ല. അത് ഓൾറെഡി ഉള്ളതാണ്. എടാ, വണ്ടിക്കാരനെ പിടിക്കണം. ഗണ്ണെടുക്ക്. കുതിരപ്പുറത്ത് ഞാൻ ഗണ്ണ് വെച്ചിട്ടുണ്ട്, ഷോർട്ട് ഗണ്ണ്. ഓക്കെ, എടുക്ക് കുതിരപ്പുറത്തുനിന്ന്. ശരിയാക്കി തരാട്ടാ. നിൽക്കടാ. അവനെ ഇന്ന് കൊള്ളയടിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. നമ്മളെ കൊള്ളയടിക്കാനൊന്നും സമ്മതിക്കില്ലേ. അതാ പോണ്. ഞാനിവിടെ അടിപൊളി ബ്രെഡ് പൊരിച്ചത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കാൻ കഴിയുന്നില്ല, തട്ടിയിട്ട് മൗസൊക്കെ അങ്ങോട്ട് വളയുക. നിൽക്കി ശരിയാക്കി തരാം. ട്രെയിനെങ്ങാനിപ്പോൾ വന്നാൽ എൻ്റെ കുതിരയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവനെ ഇന്ന് ഞാൻ നോ ഇന്ന് ഞാൻ പോടാ മോനെ. അല്ല പിന്നെ കൊള്ളയടിക്കാം. പോലെ ഇപ്പം ശരിയാക്കി തരാം. ഞാനിവിടെ നിൽക്കുന്നത് വെറുതെ ആണെന്ന് വിചാരിച്ച നീ? നിന്നെപ്പോലെയുള്ള മാക്രന്മാരൊക്കെ തട്ടാൻ തന്നെയാ. കേസൊന്നും ആയിട്ടില്ല കേട്ടോ. കേസായ ഷെരീഫ് വരും, നമ്മളെ തട്ടിയിട്ട് പോകും. ഓക്കെ, നമുക്ക് 1000 രൂപ കിട്ടി. അല്ല, സ്നേക്ക് ഓയിൽ കിട്ടി. നമ്മൾ മേലെ പുരട്ടാനുള്ള ഓയിൽ. ഇനി അടുത്ത കൊള്ളയടിക്ക് നമ്മൾ മുതിരുന്നു. അവിടെ എന്തൊരു പുക വിടുന്ന യന്ത്രം, അങ്ങോട്ട് പോയിട്ട് തന്നെ കാര്യം. ആരാടാ പുക വിടുന്നേ? അവനെന്ന് ഞാനൊന്ന് അവിടെ ചെല്ലട്ടെ. കുതിര അടങ്ങിയിരിക്കി. അത്ര എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ആരാടാ അത്? കുതിര അവിടെ കെട്ടിയിടാട്ടോ നമുക്ക്. എല്ലാവരും എങ്ങോട്ടേയും പോകും. ഓക്കെ. അതാരാണ് എന്നൊന്ന് അറിയണമല്ലോ ആരാന്ന്. അറിയാനുള്ള സാധനം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഗൺ. അതാ അവനാരാ? ഫാമിലിയാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്, നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ.
കണ്ട് 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 ഒരാൾ കണ്ടെന്ന് തോന്നുന്നു. കണ്ട് 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 എല്ലാവരും കണ്ട്. പോടാ പോടാ, വീട്ടിൽ പോടാ വീട്ടിൽ പോടാ. ഞാനെന്ത് പണി കാണിക്കുന്നത്? അവരുടെ വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ പോടാന്ന്. ദുഷ്ടൻ അത്ര അല്ല ഞാൻ. ഹെഡിന് ചൂണ്ടുമ്പോൾ കണ്ടോ, നമ്മളൊരാളെ ഹെഡിന് ചൂണ്ടുമ്പോൾ കണ്ടോ എഫക്റ്റ് ഇരുന്നത്. ആർഡിയാർട്ടും അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് റോക്ക് സ്റ്റാർ. നിന്നെ നീ ഇല്ലേ, ഇനി ആരുമില്ലേ? അതാണ് നിങ്ങളൊക്കെ ആരാ? എനിക്കൊന്നും ഇവിടെയൊക്കെ താമസിക്കുന്ന ട്രൈബ്സ് ആണെന്ന്. എൻ്റെ ബ്രെഡ് പൊരിച്ച് തീർന്നു പോയി. സാരില്ല. ഇവന്മാരിവിടെയൊക്കെ തീയിട്ടോ? ഞാനാണോ അതോ അവന്മാരാണോ? ആരവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്? ഞാനാണാവാനാണ് സാധ്യത. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിച്ച് മാറ്റാൻ പിന്നെ നമ്മളെ കണ്ട ഒരാളുള്ളൂ. നമ്മളിതിനു മുമ്പ് ആർഡിയാർട്ടിയുടെ ഒരു ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഈ ബ്രദർ ചോദിച്ചതിനോട് ആർഡിയാർട്ടി കളിക്കുമോയെന്ന്. ഇവനെയും കൊണ്ട് നമുക്ക് പോവാട്ടോ. ഇന്ന് രാത്രി മനുഷ്യൻ്റെ ഇറച്ചി തന്നെ ആവട്ടെ. തമാശയ്ക്ക് പറഞ്ഞാണ് ഗൈസ്. നമ്മൾ തിന്നൊന്നുമില്ല അവനെ, ജസ്റ്റ് ഒന്ന് കടലിലെറിയും, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് ഇവൻ്റെ കുതിരയാ? ഏതായാലും എൻ്റെ കുതിരയല്ല. ഏതായാലും ഇതിൻ്റെ പുറത്തങ്ങ് വെച്ചേക്കാം അവനെ. എന്നാ പിടിച്ചോ. എന്നിട്ട് നമുക്കും അങ്ങ് കയറിയിരിക്കാം. നടക്ക്. ഇവനെ ഞാൻ മെരിക്കട്ടെ കുതിരേനെ. ഓക്കെ, മെരുക്കി. ആർഡിയാർട്ടിയിൽ കുതിരേനെ മെരിക്കാൻ പറ്റില്ല. ഓഫ് റോഡ്. ഞാൻ നേരെ പോവാട്ടോ ഗൈസ്. ഇത് ആകാശത്ത് കുറേ കാക്കയൊക്കെ പറക്കുന്നുണ്ടല്ലോ. കരടി വരുമോ ഗൈസ്? ഇതിൽ കരടിയൊക്കെ ഉണ്ട് കേട്ടോ. മാനിതാ സൈഡിൽ. മുഴൽ. ഓക്കേ, നമ്മൾ കഴിയുന്നത് ഉയരത്തിലോട്ട് കയറി പോവാം. പീക്കെത്തണം. ഫ്രീ ഫയറിലെ പീക്ക്. ഞാൻ വെറുതെ പറഞ്ഞാണ് ഫ്രീ ഫയറിലെ പീക്ക് അങ്ങനെ ആർഡിയാർട്ടിയിൽ. തേങ്ങാക്കൊല. ഇയാൾ എവിടുത്തെ കൊള്ളക്കാരനാ? ഏത് രാജ്യം? അമേരിക്കയാ? ഇതൊന്നും അമേരിക്കയാണെന്ന് അല്ല. നോർത്ത് ഈസ്റ്റ്. ഇത് റോക്ക് സ്റ്റാർ ഗെയിംസ് അല്ലേ? റോക്ക് സ്റ്റാർ ഗെയിംസ് അമേരിക്കയാണോ? റോക്ക് സ്റ്റാർ ഗെയിംസ് അമേരിക്ക. റോക്ക് സ്റ്റാർ നോർത്ത് ഇന്ത്യ അല്ലേ? ഇന്ത്യയാണെന്ന് തോന്നുന്നു. ഇടിച്ച് വീണ് രക്ഷപ്പെട്ട. ഏതായാലും നന്നായി. ഏതായാലും ഇവിടെ ആരും കാണുന്നില്ലല്ലോ കൊള്ളയടിക്കാൻ. എനിക്കങ്ങോട്ട് കൊള്ളയടിക്കാൻ മുട്ടി നിൽക്കുക. ഓക്കെ, ഇവനെയും എടുക്ക്. ഇങ്ങോട്ട് വാ. ഇവൻ ഈ മലമുകളിൽ നിന്ന് താഴോട്ടൊരൊറ്റ കയറ്. ഇവൻ എന്നെ കുറേ വെടിവെക്കാൻ നോക്കിയതല്ലേ. അപ്പം മനസ്സിലായില്ലടാ എന്നോട് കളിച്ചാൽ റേഞ്ച് മാറുമെന്ന്. ഇവിടെ വേറൊരുത്തം പോകുന്നുണ്ട്. പക്ഷേ ഇവനുള്ള പണി ഇതാണ്. പോടാ, പോയി ചാവടാ. ഓൾറെഡി ചത്തതാണ് കേട്ടോ ഗൈസ്. പിന്നെ എന്തിനാ ചാവടാന്ന് പറഞ്ഞേ? വെറുതെ. അടിയിൽ കൂടെ ആരൊക്കെ പോകുന്നുണ്ടല്ലോ. എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാ പോകുന്നത്. അത്തറിൻ്റെ. എൻ്റെ അല്ല കേട്ടോ. നമുക്ക് നേരെ അടിയിലോട്ടങ്ങ് പോവാം. ഇവന്മാർക്കിട്ട പണി കൊടുക്കാം. നമ്മളീ പണി ഇരന്ന് വാങ്ങിക്കുന്നത് എന്തിനാ? നമുക്കത് ട്രാക്ക് മാറ്റിയാലോ? പണി. അല്ലാ, കുതിര കുടുങ്ങിയോ? കുടുങ്ങി. എവിടെ മോനെ കുതിരയും തള്ളിയിട്ട് ഞാൻ. ഓക്കെ ഗായ്സ്, ഞാൻ എടുക്കടാ. കുപ്പി എടുക്കുക. കുപ്പി എടുത്ത് ഇപ്പം ഞാൻ കള്ളൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ എനർജി ബാർ സൈഡിൽ കാണാം. അത് കുറഞ്ഞിട്ടാണ് ഞാൻ കള്ളു കുടിച്ചത്. അപ്പോൾ നമ്മുടെ എനർജി കൂടും. ഇപ്പം കണ്ടോ, ഒരു പച്ച കളറായില്ലേ കുടിച്ചപ്പോൾ? അതാണ്. ഹോഴ്സിനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. കുതിരക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതാ പോയി. എടാ എന്താ? സാരില്ല, നമുക്ക് വേറെ കുതിരയെ പിടിക്കാം. നമ്മളെന്തായാലും ഓടി ആ കുതിരയുടെ അടുത്തെത്താൻ പോകുന്നില്ല. നമ്മൾ നേരത്തെ കെട്ടിയിട്ട നമ്മുടെ കുതിര എവിടെ പോയി? അവിടെ വേറെ കുതിര, നമുക്ക് അതിനെ പിടിക്കാം. അവിടെ കുറേ കുതിരയുണ്ട്. നമ്മൾ ഒന്നിനെ പിടിക്കാൻ പോവാണ്. റെഡി? അവിടെ കുറേ അടിപൊളി കിണ്ണം കാച്ചി കുതിരകളുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മെലിഞ്ഞ കുതിരയെ ശ്രദ്ധിച്ച ഗൈസ്.
അത് പൊളി സാധനം കേട്ടോ. അയ്യോ ഓടി ഓടി ഓടി. മെലിഞ്ഞ സാധനത്തിനെ കിട്ടിയിരുന്നെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടാവുമായിരുന്നു. ഇവനെങ്കിലും പിടിക്കാം. നമ്മളെ കണ്ട്. ഓക്കെ, ധൈര്യമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ. നീയെങ്കിലും ധൈര്യം കാണിച്ചല്ലോടാ കുട്ടാ. എടാ പോരല്ലടാ. എടാ എന്നെ പറ്റിച്ച്. അതും പോയി. എന്നെ പറ്റിച്ചടാ, അതാണ് ഏറ്റവും പ്രശ്നം. നമ്മുടെ കുതിര തിരിച്ചു വന്ന്. നീ എവിടെ പോയതാടാ കുട്ടാ? ഞാൻ പേടിച്ചു പോയി. എന്നാ കുതിരകളെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഒരുത്തനൊക്കെ കിട്ടണം. അതാ പോണ്. ശരിയാക്കി തരാം കേട്ടാ. നീ നിൽക്കടാ. ഓക്കെ, മെരുക്കിയെടുക്ക്. ഓക്കെ, കിട്ടി. അവനെ കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കുതിരയെ തന്നെ കിട്ടി. മെലിഞ്ഞ കുതിര. ഹൈസ്, നല്ല സുഖമുണ്ട്. ഇരിക്കുമ്പോഴൊക്കെ നല്ല പതപതപ്പ്. ചന്തിയൊക്കെ കിടന്ന് കുലുങ്ങണ്. ലുങ്കി ഡാൻസ്. എടാ ഒന്ന് അടങ്ങിയിരിക്കടാ. ഓക്കെ, ഇടയ്ക്ക് മെരുക്കി. അടങ്ങിയിരിക്കടാ. അടങ്ങിയിരിക്കും. മുന്നോട്ട് പോവാം, നമുക്ക് മെല്ലെ പോവാം. സാഡിലൊന്നും ഇല്ല. ഒരു കയറ് മാത്രം വെച്ചാണ് ഞാൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിൽ പോയൊരു സാഡിലൊക്കെ വാങ്ങിക്കാം. സാഡിൽ വാങ്ങിക്കുന്നതിനിപ്പോൾ എന്താ, അടിപൊളി കിണ്ണം സാഡിൽ നമുക്ക് കിട്ടും. കിട്ടാതിരിക്കില്ല ഗൈസ്. അവിടെ വീണ്ടും അമ്മമാർ തീട്ടോ. ഇവന്മാർക്കിത് കിട്ടിയാലേ പഠിക്കൂ. എന്താ ചെയ്യാ, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാനവിടെ എന്തോ ചെയ്യാൻ ബട്ടൺ നെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നെക്കിയതാണ്. അപ്പം എന്തോ ചെടിയൊക്കെ പിടിച്ചൊടിച്ച്. അതെന്താന്ന് മനസ്സിലായില്ല. ആ കുതിര പോയി കഴിഞ്ഞാൽ വേറെ കുതിരയില്ല എൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ ഇവന്മാരെ വെറുതെ വിടില്ല. എടാ മോനെ കുതിരയെ, ഒരു മിനിറ്റ്. ഇവിടെ ആരാ ചത്ത പോലെ കിടക്കണേ? അയ്യോ, ചത്ത പോലെയല്ല, ജീവനുണ്ട്. കൊള്ളയടിക്കാൻ വന്നതാണല്ല മോനെ. പേടിക്കണ്ട. ഞാൻ ഒന്നും ചെയ്യില്ല. അമ്പോ, എനിക്ക് ദേഷ്യം പിടിച്ച സ്വഭാവം മാറും മോനെ. പിന്നെ അല്ല, ഞാൻ ആദ്യം ഒരു വാണിംഗ് തന്നല്ലേ നിനക്ക്. ഇവനെ ഞാനങ്ങ് എടുക്കുക. അപ്പോൾ ഗൈസ്, എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ RDR2 കളിച്ചു. ഇനി അടുത്തത് PUBG ആണ്. ഇറ്റ് വിൽ ബി കമ്മിങ് സൂൺ.